നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങൾക്ക് മീനൻ രാശിയിലാണ് കിണർ അല്ലെങ്കിൽ ബോർവെൽ അല്ലെങ്കിൽ സമ്പ് ഉള്ളതെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ നമ്മളിലേക്ക് ഉണ്ടാവും. നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഇതേ സമയം ഈ ഭാഗത്ത് നിങ്ങൾക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരും പെരുമയും എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമസ്കാരം. നമുക്ക് പഞ്ചഭൂതം, അതായത് 5 എലമെന്റ്സ്, അതിൽ ഈ 5 എലമെന്റ് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ വാട്ടർ എലമെന്റ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ പ്രശ്നം ഉണ്ടാക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കും. അപ്പം ജലം വാസ്തുപ്രകാരം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഫെങ്ഷു പ്രകാരം എങ്ങനെ പ്രയോജനപ്പെടുത്താം? സഡൻ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു എലമെന്റ് ആണ് വാട്ടർ. അതേപോലെ തന്നെ അത് റോങ് ആയിട്ടുള്ള ഡയറക്ഷനിലാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ അത് എടുത്തടിക്കുകയും ചെയ്യും, ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. രണ്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു വീടിന്റെ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ കറക്റ്റ് 9 ആയിട്ട് തിരിക്കുന്നുണ്ട്. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അടുത്തത് നോർത്ത് ഈസ്റ്റ് കോർണർ ഈശാന കോണ്, നോർത്ത് വെസ്റ്റ് കോർണർ വായു കോണ്, സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല, സൗത്ത് ഈസ്റ്റ് കോർണർ അഗ്നികോണ്. ഇതിൽ വാസ്തുപ്രകാരം എവിടെ വെള്ളം വരാം എന്ന് ചോദിച്ചാൽ വീടിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്നും വടക്ക് നിന്നും ഇങ്ങോട്ടും ഇതിൻ്റെ കിഴക്കിൻ്റെ പകുതിയിൽ നിന്നും ഇങ്ങോട്ടും ഇത്രയും വരുന്ന ഭാഗത്ത് നമുക്ക് വാട്ടർ എനർജി കൊടുക്കാം. അതായത് കിണറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണിലാണ്. ഇത്രയും ഭാഗത്ത് വെള്ളം വന്നാലും ദോഷം ഇല്ല, ഗുണമേ ഉള്ളൂ. ഇനി ഇതേ സമയം ഈ ഭാഗത്ത് നിങ്ങൾക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ എലമെന്റ് അഗ്നിയാണ്. അപ്പോൾ അഗ്നിയുടെ എനർജി അവിടെ ഇല്ലാതാവും. ഇത് അഗ്നി എന്ന് പറയുന്നത് വാസ്തുവിലാണ് ഇവിടെ അഗ്നി വരുന്നത്. ഫെങ്ഷുയിൽ അഗ്നിയുടെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് വശത്താണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരും പെരുമയും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ നമുക്ക് അഗ്നി പാടില്ല, അല്ല വെള്ളം പാടില്ല. ഇവിടെ അഗ്നിയുടെ ഏരിയ ആണ്, ഇവിടെ വെള്ളം പാടില്ല, വാട്ടർ പാടില്ല. അപ്പോൾ വാട്ടർ ചെയ്യാവുന്ന വാസ്തുപ്രകാരമുള്ള സ്ഥലം ഇത്രയും ഭാഗമാണ്. ഇവിടെ കിണർ വരുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങൾക്ക് മീനൻ രാശിയിലാണ് കിണർ അല്ലെങ്കിൽ ബോർവെൽ അല്ലെങ്കിൽ സമ്പ് ഉള്ളതെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ നമ്മളിലേക്ക് ഉണ്ടാവും. നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഇനി നമുക്ക് ഫെങ്ഷു പ്രകാരം വെള്ളം എവിടെ വരാം, അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെങ്ഷു പ്രകാരം നമുക്ക് കിഴക്ക് ഭാഗത്ത് വെള്ളം വയ്ക്കാം, വടക്ക് വശത്തും വെള്ളം വയ്ക്കാം. ഇനി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ചലിക്കുന്ന ജലാശയം അല്ലെങ്കിൽ ഒരു ഫൗണ്ടൻ, അതിൽ ഇവിടെ നിങ്ങൾക്കൊരു പോണ്ട് പണിഞ്ഞിട്ട് അതിനകത്തൊരു മോട്ടർ വെച്ച് ഈ വെള്ളത്തെ നിങ്ങൾ സദാ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, സദാ ചെയ്യാൻ പറ്റില്ലെന്നെങ്കിലും ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും ഈ വെള്ളം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നല്ല തൊഴിൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവും. ഇത് വളരെ സഡനായിട്ട് റിസൾട്ട് കിട്ടുന്നതും വളരെ പവർഫുൾ ആയിട്ടുമുള്ള ഫെങ്ഷുയിലെ ഒരു ടൂളാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളിതൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, പുറത്ത് എവിടെ കൊണ്ടുപോയി വെള്ളം വെക്കും സാറേ എന്ന് ചോദിച്ചാൽ അതിനും പരിഹാരമുണ്ട്. നിങ്ങളുടെ ഫ്ലാറ്റിൽ നിങ്ങൾക്കൊരു ഹാൾ ഉണ്ടാവും, അതായത് ഒരു സ്വീകരണ മുറി അല്ലെങ്കിൽ ഒരു ലിവിംഗ് റൂം ഉണ്ടാവും. അതിന് ഒരു നോർത്ത് ഉണ്ടാവും. ആ നോർത്തിൽ നിങ്ങൾ ഇതേ വെള്ളം ചലിപ്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ചലിപ്പിക്കാൻ പറ്റും? ചെറിയൊരു ഫൗണ്ടൻ വാങ്ങിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അക്വേറിയം വാങ്ങിച്ചാൽ മതി. എങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. തൊഴിൽ നേട്ടം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? സമ്പത്തും ഉണ്ടാവും. അപ്പോൾ ജലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. ഈസ്റ്റിൽ ജലം കൊടുക്കാം, നോർത്തിൽ കൊടുക്കാം, നോർത്ത് ഈസ്റ്റിൽ കൊടുക്കാം. വാസ്തുപ്രകാരം നോർത്ത് ഈസ്റ്റിലെ ജലം നമുക്ക് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവന്ന് തരും. ഫെങ്ഷു പ്രകാരം വടക്കിൻ്റെ എലമെന്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. ആ വാട്ടർ അവിടെ ചലിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാളിൻ്റെയോ ഡൈനിങ് ഹാളിൻ്റെയോ നോർത്തിൽ നിങ്ങൾക്ക് വാട്ടർ മൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഫെങ്ഷുയുടെ ചില ടൂൾസ് നോക്കാം. നമുക്ക് ചൈനീസ് കോയിൻ, വളരെ പവർഫുൾ ആയിട്ടുള്ളതും ഏറ്റവും വില കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു സിമ്പിൾസ് എന്ന് പറയുന്നത് ചൈനീസ് നാണയങ്ങളാണ്.
ഇത് ഗോൾഡുമുണ്ട്, കോപ്പറുമുണ്ട്. ഇത് നമ്മുടെ ഒരു 3 ഉള്ള ഒരു കോയിൻസ് നമ്മുടെ കയ്യിൽ കെട്ടിവെച്ച് നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ബുക്കിൻ്റെ മുകളിലോ ഒക്കെ ഇത് കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വെൽത്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും അതൊരു കൗതുകമായിട്ടും ഒരു തമാശയായിട്ടും ഒക്കെ തോന്നാം. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഫെങ്ഷുയെ പറ്റി നിങ്ങൾക്കറിയാം, നിങ്ങളൊരു തുടക്കക്കാരാണ്, നിങ്ങളിപ്പോൾ അറിഞ്ഞതേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ ഏറ്റവും ലഘുവായിട്ടുള്ളൊരു മാർഗം ചൈനീസ് നാണയങ്ങളാണ്. വിലക്കുറവാണ്, പക്ഷെ നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിട്രിൻ എന്ന് പറയുന്ന സ്റ്റോൺ, ഇതും വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. സിട്രിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, അതിൻ്റെ മാലയുണ്ട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ വെൽത്ത് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.